കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 20-ാം സങ്കീർത്തനം 3-ാം വാക്യം. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. യുദ്ധത്തിനു മുൻപ് രാജാക്കന്മാർ വിജയത്തിനായി യാഗം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ദൈവപ്രസാദത്തിനായി വഴിപാടുകളും യാഗവും അർപ്പിച്ചു പോന്നിരുന്നു. യാഗവസ്തു മുഴുവൻ ദഹിച്ച് വെണ്ണീറാകുന്നത് കൊണ്ടാണ് ഹോമയാഗത്തിന് അംഗീകാരവും പൂർണ്ണതയും കൈവരുന്നത്. ഇന്ന് നമുക്കുള്ള ഹോമയാഗം നമ്മുടെ കർത്താവിൻ്റെ പരമയാഗമാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ കുറവുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് സ്വയം നശിച്ച് വെണ്ണീറിലായിരിക്കുന്ന സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാല അണിയിക്കുന്നവനാണ് മശിഹ എന്നാണ് യെശയ്യാവിൻ്റെ ദീർഘദർശനം. സ്വയം മുഴുവൻ നശിച്ചും കഷ്ടതയാകുന്ന അഗ്നിയിൽ ദഹിച്ചും കഴിക്കുന്ന വഴിപാടുകളാണ് ദൈവം അംഗീകരിക്കുന്നത്. ദൈവം അംഗീകരിക്കുന്ന യാഗങ്ങളായി ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വഴിപാടുകളെ ഓർത്ത് എൻ്റെ ഹോമയാഗത്തെ സ്വീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.